ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഈ ആൾക്കാർ കാണുന്ന മമ്മൂട്ടിയേ അല്ല. ആൾക്കാർ പറയുന്നല്ലേ മമ്മൂട്ടി ഭയങ്കര ജാടയാണ്, സംസാരിക്കാൻ ഉള്ള ഒരു ജാടയില്ലാത്ത ഒരു പാവം മനുഷ്യനാണ്. അതായത് സിംഹപ്പൂച്ചയാണെന്ന് പറഞ്ഞാൽ സിംഹവുമാണ് പൂച്ചയുമാണ്. അപ്പം എനിക്ക് സിനിമയിൽ ഒരുപാട് പ്രശസ്തിയിലെത്തി നിൽക്കുന്ന കൂട്ടുകാരുണ്ട്, നടന്മാരായാലും സംവിധായകരായാലും എങ്ങനെയുള്ളൊരു എനിക്കുണ്ട്. അവരെന്നോട് എങ്ങനെ പെരുമാറുന്നതെന്നും എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരനായ മമ്മൂട്ടി ജ്യേഷ്ഠനോട് എങ്ങനെ പെരുമാറുന്നതെന്നും രണ്ടും വേർതിരിച്ച് എനിക്കറിയാം. ഈ എൻ്റെ കൂടെ മിമിക്രി കളിച്ച് നടന്നിട്ട് വലിയ നടന്മാരായ ആൾക്കാരുണ്ട്, ഹലോ കാണിക്കും, അതിൽ കണ്ട പേടിക്കും ഹലോ പറഞ്ഞു, അവിടെ നിന്നോ ഇങ്ങോട്ട് വരണ്ടാന്നാ ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ജ്യേഷ്ഠൻ അങ്ങോട്ട് ചെന്നില്ലേ, നിനക്കെന്താ അവിടെ പണി, നീ ഇങ്ങോട്ട് വാ, നീ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ നീ. അപ്പോൾ ഇല്ലടാ എനിക്ക് തലവേദന, നിൻ്റെ തലവേദന ഞാൻ ഡ്രൈവർ വണ്ടി അയക്കാം, ഇങ്ങോട്ട് വാ, നീ ഡ്രൈവറെ വിളിച്ച് വണ്ടി വിട്ട് വീട്ടിലേക്ക് വിളിപ്പിക്കും, നമുക്ക് അടുത്ത ആഴ്ച സിംഗപ്പൂർ പോവാ, എനിക്കൊരു ആവശ്യമുണ്ട് പോകണ്ട, അപ്പം നീയും വാ. അങ്ങനെ സിംഗപ്പൂർ അവിടെയൊക്കെ കൂട്ടിക്കൊണ്ടു. അതുപോലെ വിശ്വംഭര സാറില്ലേ? ആ വിശ്വംഭരൻ എൻ്റെ ജ്യേഷ്ഠനും മമ്മൂട്ടി ഇവര് 3 പേരും ആയിരുന്നു. കളക്ടർ വിശ്വംഭര സാർ, എനിക്ക് വിശ്വംഭര സാറിന് ഈ അവസാന സമയങ്ങളിൽ അദ്ദേഹമായിട്ട് കുറച്ച് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയുകയും പേഴ്സണലായിട്ട് വീട്ടിലേക്ക് വരും, ഞാൻ ഫീൽ ചെയ്തും പറയും. ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള ആളാണ് മമ്മൂട്ടി, അതൊന്നും ആൾക്കാർക്ക് അറിയില്ല. അതിപ്പോൾ പഴയൊരു സമാനിക്ക് പെട്ടെന്ന് പറഞ്ഞതാണ് മേള സിനിമ കഴിഞ്ഞ്. അപ്പം മമ്മൂട്ടി അതിൽ സെക്കൻഡ് ഹീറോ ആണ്. ഞാൻ ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് പേര് വിളിച്ച് പറയുന്നത് പണ്ടേ ചെറുപ്പത്തിലെ അങ്ങനെ ശീലമായി പോയതുകൊണ്ട് പുള്ളിക്കാല് കുഴപ്പമൊന്നും അങ്ങനെ ചാടയൊന്നുമില്ല. മമ്മൂട്ടിയാണ് ഞാൻ വിളിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ പണ്ട് വിളിച്ചത്. പുള്ളി ഒരാൾക്ക് പറഞ്ഞിരുന്നു, അത് നീ എന്നെ കയറി മമ്മൂട്ടി എന്ന് വിളിക്കുന്നത്, എൻ്റെ അനിയന്മാരൊക്കെ നിന്റെ ജ്യേഷ്ഠനെ പൂക്കാക്കാന്ന് വിളിക്കുന്നത്, അപ്പം നീ എന്നെ ഇച്ചാക്കാന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം കുറേ ആൾ ഇച്ചാക്കാന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം ഇച്ചാക്കാന്ന് വിളിക്കുമ്പോഴേ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ആൾക്കാർ അവൻ ഭയങ്കര ക്ലോസ് ആണെന്ന് അറിയിക്കാനായിട്ട് ഇച്ചാക്കാന്ന് വിളിക്കുന്നത്. മമ്മൂട്ടി എന്നോട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 1000 കസിൻസ് സെന്റ് റീസാസ് കോളേജിലുണ്ട്, എല്ലാ കസിൻസാ, മുസ്ലിം ആണെങ്കിൽ മമ്മൂട്ടിയുടെ കസിനായിരിക്കും. പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതിൽ നുണ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ മേളയുടെ ഡബ്ബിങ്ങിന് മദ്രാസിൽ പോകണം. മമ്മൂട്ടി ജീവിതത്തിൽ ട്രെയിനിൽ കയറിയിട്ടില്ല ആ സമയത്ത്. എൻ്റെ ജ്യേഷ്ഠൻ ട്രെയിനിലൊക്കെ പോയിട്ടുണ്ട്. സെന്റിമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് ഞാൻ. അപ്പോൾ ഇവർ രണ്ടിനും ഭയങ്കര തിരക്കുള്ള സെക്കൻഡ് ക്ലാസ്സിൽ ഇടിച്ചാണ് പോണത് ഡബിങ്ങിന്. അപ്പോൾ ഇവർ കയറി രണ്ടുപേരും 2 കമ്പാർട്ട്മെൻറ്റിലായി പോയി. മദ്രാസിൽ ചെന്നിറങ്ങിയപ്പോൾ മമ്മൂട്ടി ഭയങ്കര സെന്റിമെന്റ്സ്, എന്ത് പണിയാണ് കാണിച്ച, എനിക്ക് ട്രെയിൻ കയറി പരിചയമില്ല, ഞാനാകെ ടെൻഷൻ അടിച്ച് ഏത് സ്റ്റേഷനാണെന്ന് എനിക്കറിയില്ല, നീ എന്ത് പണിയാണോ കാണിച്ചത് ജ്യേഷ്ഠനോട്.